നമസ്കാരം. മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ സിനിമയ്ക്കെതിരെ RSS രംഗത്തെത്തിയിരിക്കുകയാണ്. എമ്പുരാൻ ഹിന്ദു വിരുദ്ധ ഇന്ത്യ വിരുദ്ധ സിനിമയാണ് എന്നാണ് RSS മുഖപത്രം ഓർഗനൈസർ പറയുന്നത്. ഈ നിലയിൽ ദേശീയ തലത്തിൽ സിനിമ തുറന്നു കാട്ടപ്പെടണം എന്നതിൽ സംശയമില്ല എന്നും ഓർഗനൈസ് ലേഖനത്തിൽ പറയുന്നു. നായകൻ മോഹൻലാലിനെതിരെ വലിയ രീതിയിലുള്ള കടന്നാക്രമണം ഈ ലേഖനത്തിലുണ്ട്. സംവിധായകൻ പൃഥ്വിരാജിനെയും തിരക്കഥാകൃത്ത് മുരളി ഗോപിക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനവും ഓർഗനൈസ് അഴിച്ചുവിട്ടിട്ടുണ്ട്. സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് പരസ്യ പ്രതികരണം വേണ്ട എന്ന് BJP തീരുമാനിച്ചിരുന്നു. ഇതിനിടെയാണ് ഓർഗനൈസറിലെ ലേഖനം അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങളുമായി എത്തുന്നത്. ഹിന്ദുക്കളെ ആക്രമണകാരികളായി ചിത്രീകരിക്കുന്നതും BJP അനുയായികളെ പൈശാചികവൽക്കരിക്കുന്നതും സെൻസിറ്റീവ് ചരിത്ര സംഭവങ്ങളുടെ ചിത്രീകരണത്തിന് ഇന്ത്യൻ സിനിമയിൽ അപകടകരമായ മാതൃക സൃഷ്ടിക്കുന്നുവെന്നാണ് ഓർഗനൈസർ പറയുന്നത്. ഇത് വെറും സാങ്കല്പിക പുനരാഖ്യാനമല്ല. കലാപരമായ ചെലവ് കണക്കിലെടുക്കാതെ സ്വന്തം രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വന്തം വേദി ഉപയോഗിച്ചതിന് സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജ് സുകുമാരനെ വിമർശിക്കേണ്ടതുണ്ട് എന്നാണ് ഓർഗനൈസർ പറയുന്നത്. ഇത്തരം ഉള്ളടക്കത്തെ വിമർശനാത്മകമായി പരിശോധിക്കേണ്ടതാണ്. ഇത് നിർണായകവുമാണ്. അതായത് പൃഥ്വിരാജ് പലതും ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുവെന്നാണ് ഓർഗനൈസർ പറയുന്നത്. വർഗീയ സംഘർഷങ്ങളും ഭിന്നതയും വളർത്താനുള്ള അതിന്റെ സാധ്യത അവഗണിക്കരുത്. ഇതിനകം തന്നെ ധ്രുവീകരിക്കപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ എമ്പുരാനെ പോലുള്ള ഒരു ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള സിനിമകൾ നിലവിലുള്ള വിള്ളലുകൾ വർദ്ധിപ്പിക്കുകയേ ചെയ്യുകയുള്ളൂ. ഇന്ത്യൻ സമൂഹത്തിന്റെ ശിഥിലീകരണത്തിന് കാരണമാവുകയും ചെയ്യുമെന്നും ഓർഗനൈസർ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതേസമയം എമ്പുരാൻ വെറും ഒരു സിനിമയല്ല. ഇതിനകം തന്നെ തകർന്ന ഇന്ത്യയെ കൂടുതൽ വിഭജിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഹിന്ദു വിരുദ്ധ BJP വിരുദ്ധ ആഖ്യാനം പ്രചരിപ്പിക്കുന്നതിനുള്ള മാധ്യമമാണിത് എന്നാണ് ഓർഗനൈസർ പറയുന്നത്. ചിത്രത്തിൽ മോഹൻലാലിന്റെ പങ്കാളിത്തം അദ്ദേഹത്തിന്റെ ആരാധകരോടുള്ള വഞ്ചനയാണ്. മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചു എന്നാണ് ഓർഗനൈസർ പറയുന്നത്. ഇതിനു പുറമെ പൃഥ്വിരാജ് സുകുമാരന്റെ രാഷ്ട്രീയ അജണ്ട ഓരോ ഫ്രെയിമിലും വ്യക്തവുമാണ്. സാമൂഹിക ഐക്യത്തിന് ഹാനികരമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സിനിമയെ ഉപകരണമായി മാറ്റിയിരിക്കുന്നുവെന്നും ഇത് ഒരു പ്രത്യയശാസ്ത്ര ആയുധമാണ് എന്നുമാണ് ഓർഗനൈസർ പറയുന്നത്. പൊതുജനങ്ങൾ, പ്രത്യേകിച്ച് മോഹൻലാലിനെ ആരാധിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾ സിനിമയുടെ ഉള്ളടക്കത്തെ വിമർശനാത്മകമായി കാണുകയും അതിന്റെ രാഷ്ട്രീയ അർത്ഥങ്ങൾ തിരിച്ചറിയുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നും ഓർഗനൈസർ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്.